जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनातीरावनचारी जय राधा माधव कुञ्ज बिहारी जय राधा माधव जय कुञ्ज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम हरे हरे। कृष्ण प्रभु जी दंडवत प्रणाम। हरे कृष्णा दंडवत प्रणाम। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकीनन्दनाय च अनन्तगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर शिवासदि गौरभक्तवृन्द। हरे कृष्णा 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 हरे हरे, हरे राम राम राम। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കൂടുതലായിട്ടും ഇപ്പൊ നമ്മൾ ഭക്തിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭക്തിരസാമൃത സിന്ധുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മള് ആദ്യത്തെ കിഴക്കൻ വേവ് അല്ലെങ്കിൽ വെസ്റ്റേൺ വേവ് അല്ലെങ്കിൽ കിഴക്കൻ തിര എന്ന് പറയാം. ഈ സമുദ്രത്തിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിൽ നാല് തിരകളെ, അതായത് നാല് ഭാഗങ്ങളായിട്ടുള്ള ഇതിനെ, ഒന്നിനെ ഈസ്റ്റേൺ വേവ്, നോർത്തേൺ വേവ്, പിന്നെ വെസ്റ്റേൺ വേവ്, സദേൺ വേവ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഓരോരോ സെക്ഷണലും, അതായത് ഒന്നാമത്തത് ഈസ്റ്റേൺ വേവ്, പിന്നെ സദേൺ വേവ്, തെക്കൻ, അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. അതായത് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈസ്റ്റേൺ വേവ്, പിന്നെ ദക്ഷിണ വിഭാഗ അല്ലെങ്കിൽ സദേൺ വേവ് അല്ലെങ്കിൽ തെക്കൻ തിര, അടുത്തത് വെസ്റ്റേൺ വേവ്, പശ്ചിമ വിഭാഗ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തിര, നാലാമത്തത് വടക്കൻ, അതായത് വടക്കൻ തിര അല്ലെങ്കിൽ നോർത്തേൺ വേവ് എന്നിങ്ങനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യത്തെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കേട്ടു, കുറെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. രണ്ടാമത്തതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു, അതായത് ഈ തെക്കൻ തിരയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ദക്ഷിണ വിഭാഗത്തിനെ കുറിച്ചിട്ടും നമ്മൾ കേട്ടിരുന്നു. അപ്പൊ അത് കുറച്ച് അവിടെ നമുക്ക് കുറച്ച് ഗ്യാപ്പുകൾ വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് ഭക്തിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അവിടെയും ഈ ഭക്തിരസാമൃത സിന്ധുവിന് കണക്ട് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പൊ ഇന്ന് നമുക്കൊന്നും കൂടി ദക്ഷിണ വിഭാഗത്തെ കുറിച്ചൊന്ന് ബ്രഷപ്പ് ചെയ്യാം. അതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു 58 പേരുണ്ട്. ഈ 58 പേരും നന്നായിട്ട് നാമം ജപിക്കുന്നവരാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്.
നാമജപത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നാമജപമാണ് നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഈ കലിയുഗത്തിൽ ഏക സഹായം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ശാസ്ത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. കലേർ ദോഷ നിധേരാജൻ അസ്ഥിഹി ഏകോൻ മഹാൻ മഹാൻ ഗുണാ. കലോ ദോഷ നിധേരാജൻ, കലിയുഗത്തിൽ ഒരുപാട് ദോഷങ്ങളാണുള്ളത്. കലിയുഗത്തിൽ എപ്പോ കണ്ടാലും നമുക്ക് ഒരുപാട് ദോഷങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ അതിൽ ഒരേ ഒരു മഹാഗുണമുണ്ട്. അസ്ഥിഹി ഏകോ മഹാൻ ഗുണാ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗുണമുണ്ട്. എന്താണ് ആ ഗുണം? കീർത്തനാദേവ കൃഷ്ണസ്യ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കീർത്തനം ചൊല്ലുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ പ്രകീർത്തിക്കുന്നത്. അസ്ഥിഹി ഏകോ മഹാൻ ഗുണാത്, അപ്പോ ഒരേ ഒരു മഹാഗുണമുണ്ട്. ആ ഗുണം എന്താണ്? ഭഗവാന്റെ കീർത്തനം, ഭഗവാന്റെ നാമ കീർത്തനം ചെയ്യുക എന്നുള്ളത്. അസ്ഥിഹി ഏകോൻ മഹാൻ ഗുണാത് കീർത്തനാദേവ കൃഷ്ണസ്യ. ആരെ കുറിച്ചിട്ടുള്ളതാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ളത്. അപ്പോ ഈ ചാന്റിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്കെല്ലാവർക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആരാണോ ശ്രദ്ധാപൂർവം നാമം ജപിക്കുന്നത്, അങ്ങനെ ശ്രദ്ധാപൂർവം നിങ്ങൾ നാമം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഇതില് നാമജപത്തില് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആകാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇൻവോൾവ് ആയെങ്കിൽ മാത്രമേ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം നാമരുചി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാമരുചി ഉണ്ടാവണം. ഈ നാമരുചി ഉണ്ടായി കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മുടെ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് ഭക്തിയിൽ വളരെ പെട്ടെന്നായിരിക്കും. നാമരുചി ഇല്ലെങ്കിൽ കഷ്ടമാണ്. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി നാമം ജപിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. നാമജപമില്ലാതെ ഭക്തിയിൽ മുന്നേറാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മൾ ചോദിച്ചേക്കാം, പ്രഭു നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാണ് നാമം ജപിക്കുന്നത്, ഭക്തിയിൽ മുന്നേറാൻ സാധിക്കുമോ എന്ന്? തീർച്ചയായിട്ടും സാധ്യമല്ല. കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസംഘോ. അതായത് മനസ്സാണ് നമ്മളെ ഈ വിഷയങ്ങളിൽ പിടിച്ച് കെട്ടിയിടുന്നത്. മന ഏവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോ. നമ്മളെ ബന്ധനത്തിലും അതേമാതിരി മോചനത്തിലും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സ് ഭൗതിക വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ എന്തു ചെയ്യുന്നു? കെട്ടിയിടുന്നു. നിർവിഷയം മമ, അല്ലെങ്കിൽ അത് വിഷയങ്ങളിൽ ഇന്ദ്രിയ തൃപ്തിക്കല്ലാതെ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ മിത്രമായി തീരുന്നു. ആ ഒരു ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. ആർക്കെങ്കിലും അത് കോട്ട് ചെയ്യാൻ പറ്റുമോ? ശരി. അപ്പോ ഈ മനസ്സ് നമ്മളെ
ഇവിടെ പിടിച്ചു നിർത്തരുത്. ഈ ഭൗതിക ലോകത്തിൽ ഒരിക്കലും നമ്മളെ പിടിച്ചു നിർത്തരുത്. അങ്ങനെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവില്ല. അപ്പൊ ഈ ആത്മീയ പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മനസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമയിത്തത് ആത്മന്യേവ വശം നയത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം. മനസ്സ് കുരങ്ങന്റെ സ്വഭാവമുള്ളതാണ്. എന്താ ഈ കുരങ്ങന്റെ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കുരങ്ങൻ ശാന്തിയോട് കൂടിയിട്ട് ഒരു 10 നിമിഷം ഇരുന്ന ഇടത്ത് നിന്ന് എണീക്കാൻ നോക്കുന്നുണ്ടോ? ഉണ്ടാവില്ല, കാണാൻ സാധ്യമല്ല. അത് അവിടെ നിന്ന് അങ്ങോട്ട് ചാടും, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും, ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അതിന് ഒരിക്കലും ഒരു സ്ഥലത്ത് ക്ഷമയോടുകൂടി ഇരിക്കാൻ സാധ്യമല്ല. അതേമാതിരി കുരങ്ങനോട് നമ്മുടെ മനസ്സിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മനസ്സും ഒരു കുരങ്ങന മാതിരിയാണ്. ഇപ്പൊ നമ്മുടെ മനസ്സ് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഇപ്പൊ ക്ലാസ്സിലാണ്. വിതിൻ 2 seconds നിങ്ങളുടെ മനസ്സ് പോകും. ചിലപ്പോൾ അമേരിക്കയിലേക്ക് പോകും, അവിടെ മക്കൾ ഉണ്ടായിരിക്കും. ചിലപ്പോ അവരുടെ മനസ്സ് ലണ്ടനിലേക്ക് പോകും, അവിടെ നമ്മുടെ മക്കൾ ഉണ്ടായിരിക്കുമെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അവിടെയാണെങ്കിൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഈവൻ ദോ നമ്മുടെ ഭൗതിക ശരീരം ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പൊ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു സംഗതി ശരി ബുദ്ധിമുട്ടാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതിന് പ്രതിവിധിയും ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമയിത്തത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നിയമങ്ങളിലൂടെ. ആ നിയമങ്ങളാണ് നമ്മൾ യമനിയമങ്ങളായിട്ട് നമുക്ക് ശ്രീല പ്രഭുപാദ് തന്നിരിക്കുന്നത്. ഈ യമനിയമങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനെ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു പക്ഷെ ചോദിച്ചേക്കാം, പ്രഭു നമ്മളെല്ലാവരും ഇപ്പോ കുറച്ച് ഹൈ ലെവലിലുള്ള ക്ലാസ്സിലല്ല ഇരിക്കുന്നത്, നമ്മള് ഭക്തിരസാമൃത സിന്ധു അല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളെല്ലാവരും സ്റ്റാൻഡേർഡ് കുറച്ച് കൂടിയ ഭക്തന്മാരല്ലേ? പ്രഭു എന്തിനാണ് ഈ യമനിയമങ്ങളുടെ പറയണമെന്ന്? സ്റ്റാൻഡേർഡ് കൂടിക്കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡൊക്കെ താഴെ പോകും. അപ്പൊ ഏത് സ്റ്റാൻഡേർഡിൽ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഫോളോ ചെയ്തേ മതിയാവും. ശ്രീല പ്രഭുപാദിന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു നാമജപത്തിനോട് അദ്ദേഹത്തിന്. അദ്ദേഹം ഡെയിലി നമ്മുടെ ഹരിദാസ് ഠാക്കൂർ ചാൻഡ് ചെയ്യണ 3 ലക്ഷം മാല ചാൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും നാമജപത്തിലെ മുഴുകിയിരിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം നിർത്തും, ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം നാമജപത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കും. കുറെ കാലം കഴിഞ്ഞ് എന്നും നാമം ജപിക്കും. കുറെ കാലം കഴിഞ്ഞപ്പോ ഈ ഭക്തനെ കാണാതെയായി. ആ ഭക്തന്മാരെല്ലാം, അതായത് ആ ടെമ്പിളിലെ ഭക്തന്മാരെല്ലാം ഇദ്ദേഹത്തിനെ കിട്ടാൻ വേണ്ടി, അല്ല ഇദ്ദേഹത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ യാത്ര ചെയ്തു. പക്ഷെ ആർക്കും ഒരറിവും കിട്ടിയില്ല ഇദ്ദേഹം എവിടെയാണെന്ന്. അങ്ങനെ ഏകദേശം 5-6 വർഷം കഴിഞ്ഞു. 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭക്തനെ ഒരു ദിവസം ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭക്തൻ കാണാനിടയായി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇപ്പൊ എങ്ങനെയാണോ സുഖമായിരിക്കുന്നത്, എവിടെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു, ഫാമിലി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ആ 3 ലക്ഷം മാലയൊക്കെ ജപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു,
ഞാനിപ്പോ 3 ലക്ഷം മാലയൊന്നും ജപിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ജന്മത്തിന് ആവശ്യമായിട്ടുള്ള നാമം ജപിച്ചു കഴിഞ്ഞു. ഈ 3 ലക്ഷം മാലകൾ ഒരുപാട് വർഷം ജപിച്ചത് കൊണ്ട്, ഞാൻ അത്രയും കാലം ജപിച്ചത് കൊണ്ട് ഇനി ജപിക്കേണ്ട ആവശ്യമില്ല, അത്രയും ഞാൻ ജപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് 4-5 കുട്ടികളുടെ അച്ഛനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരുടെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭക്തിയിൽ നാമം ജപിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇതിന്റെ അർത്ഥം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് ഇപ്പൊ നാമം ജപിച്ചു കഴിഞ്ഞെങ്കിലും അവസാനം നാമം ജപിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പേടിപ്പെടുത്തുകയല്ല, പക്ഷെ എങ്കിൽ കൂടും ഭഗസ്യ ത്രായതോ മഹതോ ഗുണാത്. നിങ്ങള് ഭക്തി കുറച്ച് ചെയ്തെങ്കിലും അതിന് തീർച്ചയായിട്ടും സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ, നിങ്ങൾ കുറച്ച് ഭക്തിയായി ചെയ്തുള്ളൂ എങ്കിൽ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും, ഇല്ല എന്നില്ല. പക്ഷെ ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ, ഈ ജന്മത്തിൽ തന്നെ ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഉത്തമ ഭക്തി ചെയ്യണം. പാതി ഭക്തി ചെയ്തിട്ട് നിർത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാക്ഷാത്കാരം കിട്ടില്ല. അപ്പൊ ആത്മസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ, ഈ ജന്മ മൃത്യു ജര വ്യാധി ദുഃഖ ദോഷാനുദർശനങ്ങളിൽ നിന്നും മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ ഭക്തി തീവ്രമായി ചെയ്തേ മതിയാവൂ. അത് 6 മാസം ചെയ്തിട്ട് അല്ലെങ്കിൽ 5 വർഷം ചെയ്തിട്ട് മാറ്റി വെച്ച് ഞാൻ ഭക്തിയൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ഭഗവാൻ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നമ്മളെ നോക്കില്ല. ഭഗവാൻ നോക്കും നമ്മളെ തന്നെ. നമ്മൾ എത്ര ഭക്തി ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടും, സാക്ഷാത്കാരം കിട്ടില്ല. അപ്പൊ നമ്മുടെ ആവശ്യം സാക്ഷാത്കാരം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭക്തി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പൊ ഈ പ്രോസസ്സ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ അന്തകാലേ ക്ഷമാമേവ സ്മരൺ മുക്തുവ കലേവരം യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അപ്പൊ ഈ പ്രോസസ്സ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അന്ധകാലത്തിൽ ഭഗവാനെ സ്മരിക്കാൻ സാധ്യമാകൂ. അങ്ങനെ അന്ധകാലത്തിൽ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മൾ എന്തിനെ കുറിച്ചാണോ സ്മരിക്കുന്നത് അതായി തീരാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോ പ്രത്യേകിച്ച് ഭഗവാൻ പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുത്തേ മതിയാവൂ. അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്തുവ കലേവരം യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അപ്പോ ഭഗവാനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് ചെല്ലാൻ സാധിക്കും. ഇനി അതല്ല, നമ്മൾ സ്മരണ മാറിയെങ്കിൽ, നമ്മുടെ സ്മരണകൾ കുറച്ച് മാറി നമ്മൾ വേറെ ഒന്നിനെ സ്മരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാവത്തിൽ എത്തിച്ചേരും, അതിന് സംശയമില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോ ഞാനിത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഭക്തി രസാമൃത സിന്ധു എന്ന് പറയുന്ന പുസ്തകമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭക്തി രസാമൃത സിന്ധു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഗൗഡീയ വൈഷ്ണവ ഭക്തന്മാർക്ക്. ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായം അല്ലെങ്കിൽ അതിൽ വരുന്ന വൈഷ്ണവന്മാരാണ് നമ്മളെല്ലാവരും. എന്താണ് വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രം പറയുന്നുണ്ട് വിഷ്ണു ജ്ഞാനേതി ഇതി വൈഷ്ണവ. വിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനമുള്ളവനെ വൈഷ്ണവൻ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് വിഷ്ണുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. വിഷ്ണുവിനെ കുറിച്ച് മനസ്സിലാക്കി ഇനി നമ്മൾ ഉത്തമ ഭക്തി ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇനി നമുക്ക് ഈ
ദക്ഷിണ വിഭാഗം എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? അതോ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതോ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും? ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്റെ മലയാളം ഒന്ന് ഹരേ കൃഷ്ണ. എന്റെ മലയാളം ആ, കാലം കുറേയായിട്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലായതുകൊണ്ട് ഇടയ്ക്ക് ഈ മലയാളവും തമിഴ് കുറച്ച് കലരുന്നുണ്ടായിരിക്കാം, ക്ഷമിക്കണം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ എന്തെങ്കിലും പ്രഭു. സംശയം? ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭു. പ്രഭു. പ്രഭു തുടക്കത്തില്, ക്ലാസിന്റെ തുടക്കത്തില് കീർത്തന അസ്തിഹി മഹാൻ ഗുണ, കീർത്തന ദേവ കൃഷ്ണ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യും. കീർത്തനാദേവ കൃഷ്ണസ്യ, കീർത്തനാദ് ഏവ കൃഷ്ണസ്യ കലേർ ദോഷ നിധേ രാജൻ അസ്തിഹി ഏകോൻ മഹാൻ ഗുണാത് കീർത്തനേ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗം പരം വ്രജേത്. കിട്ടിയോ പ്രഭു? ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുള്ള വിശ്വാസമുണ്ട്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല എങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് നമ്മുടെ മോട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭക്തിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സത്സംഗങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുള്ളതും ശീല പ്രഭുപാദും അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭക്തിയിൽ മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും സത്സംഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം. സത്സംഗങ്ങളിൽ നിന്ന് പങ്കെടുത്തില്ല എങ്കിൽ നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധ്യമല്ല. ഇപ്പോ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ട്രെൻഡാണ് അതങ്ങനെ. അതായത് എന്നും അവര് ഭഗവാനെ ദർശിക്കാൻ പോകും. അവർ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ പോയിരിക്കും. അത് ഒരുപക്ഷെ ദേവീക്ഷേത്രമാവാം, അല്ലെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രമാവാം, കൃഷ്ണന്റെ ക്ഷേത്രമാവാം. പക്ഷെ അവർക്ക് അതിനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം അവിടുന്ന് കിട്ടുന്നില്ല. നമ്മുടെ ആളുകൾ ആരും മറ്റുള്ളവരെ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ സനാതന ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലം മുതലുള്ളതാണ്, പുതിയതൊന്നല്ല. അപ്പൊ നമ്മളെല്ലാവരും സനാതനികളാണ്. ഈ സനാതന ധർമ്മത്തിൽ ഇരിക്കുന്നവരാണ് നമ്മൾ. ആ ധർമ്മം ഫോളോ ചെയ്യുന്നത് കൊണ്ട്, ആ സനാതന ധർമ്മം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിൽ സഹിഷ്ണുത കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ബൈബിളിൽ കാണാൻ സാധിക്കും, ഒരു കവിളത്തടിച്ചു കഴിഞ്ഞാൽ മറു കവിളും കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ കൂടുതലായിട്ട് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. തിദിക്ഷുവാഹ കാരുണികാഹ മൈത്രേ ഛാകില ജന്തുഷു. അതായത് വളരെ സംയമനത്തോടു കൂടിയിട്ടും സമാധാനത്തോടു കൂടിയിട്ടും കരുണയോട് കൂടിയിട്ടും മറ്റ് ജീവജാലങ്ങളെ പരിഗണിക്കണമെന്നാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകണമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മൾ ഹിന്ദുക്കൾക്ക് കുറച്ച് സഹിഷ്ണുത കൂടുതലുള്ളത്. അതാണ് ആളുകൾ മുതലെടുക്കുന്നത്. അപ്പൊ നമ്മള് ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിനൊരു തടസ്സവുമില്ലാതെ
ഉത്തമ ഭക്തി ചെയ്ത് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് ശാസ്ത്രങ്ങളായിട്ടുള്ള നെക്ടർ ഓഫ് ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തിരസാമൃത സിന്ധു അല്ലെങ്കിൽ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ഭക്തിയിൽ മുന്നേറാൻ ശ്രമിക്കുന്നതാണ്. അതായത് ഭക്തിയിൽ മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകങ്ങളുടെ എല്ലാം സഹായത അല്ലെങ്കിൽ ആ ബുക്കുകൾ നമ്മളെ ഭക്തിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോ ഈ ദക്ഷിണ വിഭാഗത്തില് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തിയെ കുറിച്ചാണ് പറയണത്, അല്ലെങ്കിൽ രസതത്വത്തെ കുറിച്ചാണ് പറയണത്. ദക്ഷിണ വിഭാഗത്തില് മെയിനായിട്ട് 5 രസങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിനെ പ്രൈമറി രസ അല്ലെങ്കിൽ പ്രാഥമിക രസം എന്ന് പറയും. എന്താണ് ഈ പ്രാഥമിക രസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 രസങ്ങൾ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അഞ്ച് രസങ്ങൾ വളരെ ലളിതമായിട്ടുള്ളതാണ്. നമ്മൾ പറയാറുള്ള രസങ്ങൾ തന്നെയാണ് 5. വാത്സല്യരസം, ഹരേ കൃഷ്ണ. പറയണം. പറയണം മാതാജി. അത് തന്നെ. പ്രേമരസം. അതിനൊരു പ്രേമരസം ശരിയാണ്. 2. ദാസ്യരസം. 3. ശാന്തരസം. ശാന്തരസം. വെരി ഗുഡ്. അപ്പൊ 5 രസങ്ങളോടെയായി. ഈ 5 രസങ്ങള് ഒരു എന്താണ് പറയണത്, ഒരു ഗോണി മാതിരിയാണ്, ഒരു ഏണി മാതിരിയാണത്. ആദ്യം വന്നിട്ട് ശാന്തരസം, ദാസ്യരസം, പിന്നെ സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതിന് പ്രാഥമിക രസങ്ങൾ എന്ന് പറയുന്നുണ്ട്. നോർമലി രസം 12 ഉണ്ട്. ബീഭത്സരസ അതൊക്കെ, അതായത് പ്രൈമറി രസങ്ങളാണ് 5. ഇനി ഒരു 7 രസങ്ങളും കൂടിയുണ്ട്. അത് വന്നിട്ട് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? അത് അടുത്ത സെക്ഷനിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയണത് ഈ 5 രസങ്ങളെ കുറിച്ചാണ്. ഒന്ന് ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, മാധുര്യരസം, വാത്സല്യരസം, മാധുര്യരസം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസങ്ങളാണ്. അപ്പൊ ഈ രസങ്ങള് വീണ്ടും ഈ രസങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെക്ഷൻ ഒന്നും കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ആദ്യത്തെ പ്രൈമറി പ്രൈമറി ആയിട്ടുള്ള രസം. അപ്പൊ അതിന് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. സ്ഥായി ഭാവ. എന്താണ് സ്ഥായി ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തത് രസങ്ങളുടെ ചേർച്ചകൾ. അതായത് നമ്മളൊരു കഷായം ചെയ്യുന്ന സമയത്ത് ഒരുപാട് മരുന്ന് ചേർക്കും. രസക്കൂട്ടെന്ന് പറയാം നമ്മളതിന്. അപ്പോ
ഈ രസത്തിന്റെ കൂട്ടുകൾ എന്തെല്ലാമാണ്? അത് വിഭാവ, അനുഭാവ, സാത്വിക ഭാവ, വ്യഭിചാരി ഭാവ. ഒന്ന് വിഭാവ, അനുഭാവ, സാത്വിക ഭാവ, പിന്നെ വ്യഭിചാരി ഭാവ. ഈ 4 കാര്യങ്ങളുണ്ട്. രസത്തിന്റെ രസക്കൂട്ടുകളാണ് അത്. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് സ്ഥായി ഭാവങ്ങള്. രണ്ടാമത്തെ രസക്കൂട്ടുകൾ, അതായത് ഈ രസത്തിന് കൂട്ടുകളുണ്ട്. അതാണ് അനുഭാവ, വിഭാവ, അനുഭാവ, സാത്വിക ഭാവ, വ്യഭിചാരി ഭാവ. ഇത്രയും മനസ്സിലായോ? പ്രഭു ലാസ്റ്റിലേതാണ് അവസാനത്തെ ഏതാണ്? വ്യഭിചാരി ഭാവ. ഞാനൊന്നും കൂടി പറയാം. വിഭാവ, അനുഭാവ, പിന്നെ സാത്വിക ഭാവ, വ്യഭിചാരി ഭാവ. ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. ഞാൻ ആ ഇൻട്രഡക്ഷൻ ഒന്നും കൂടിയും പറഞ്ഞു തന്നിട്ടൊന്ന് റിവൈവ് ചെയ്തിട്ട് തുടങ്ങാച്ചിട്ടാണ്. നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നണല്ലേ? ശരി, നോക്കാം. പ്രഭു മൂന്നാമത്തെ എന്തോ പ്രഭു? വിഭാവ, അനുഭാവ, സാത്വിക ഭാവ. ആൻഡ് വ്യഭിചാരി ഭാവ നാലാമത്തത്. അപ്പോ ഈ ഓരോരോ നമ്മള് ദക്ഷിണ വിഭാവം, ദക്ഷിണ വിഭാഗയില് നമ്മള് ഇത് ഓരോരോ വിഭാഗത്തിലും തിരകളുണ്ട് കേട്ടോ. അതായത് ഇതിന് സമുദ്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഓരോന്നിനെയും ഒരു തിര എന്ന് പറയും. ആദ്യത്തേത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം 4 ഉണ്ടായിരുന്നു. ഇനി ഓരോരോ സെക്ഷനിലും, അതായത് ഈ സദേൺ വിഭാഗത്തില്, ദക്ഷിണ വിഭാഗത്തില് വീണ്ടും അതിന് തിരകളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഒന്നാമത്തെ തിരയാണ് പ്രൈമറി രസ അല്ലെങ്കിൽ പ്രാഥമിക രസം എന്ന് പറയുന്നത്. ഈ പ്രാഥമിക രസത്തിന്റെ ഉള്ളിലാണ് എന്താണ് സ്ഥായി ഭാവം എന്ന് പറയുന്നത്. രണ്ടാമത്തത് രസക്കൂട്ടുകൾ എന്തെല്ലാമാണ്, അതായത് വിഭാവ, അനുഭാവ, പിന്നെ സാത്വിക ഭാവ, വ്യഭിചാരി ഭാവ. ഇതെന്താണെന്ന് പറയണത് ആദ്യ തിരയാണ്. അതായത് ഡെഫിനിഷൻ അല്ലെങ്കിൽ വേവ് 1 എന്ന് പറയാം, തിര 1 എന്ന് പറയാം. രണ്ടാമത്തത് ന്യൂട്രൽ രസ, അതിനെ ശാന്തരസം എന്നുകൂടെ പറയും. അപ്പോ ഇത് പ്രാഥമിക രസം. ഈ പ്രാഥമിക രസത്തിൽ എന്തെല്ലാമാണ് വരുന്നത് എന്നാണ് അടുത്തത് പറയണത്. ഈ പ്രാഥമിക രസത്തില് 5 രസങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ശാന്തരസം, മറ്റൊന്ന് ദാസ്യരസം. അപ്പൊ ഈ ശാന്തരസത്തിന്റെ അതായത് ക്വാളിറ്റീസ്, അതിന്റെ സിംറ്റംസ് എന്താണ്, ആ എക്സാമ്പിൾസ്, ഇതെല്ലാം നമ്മൾ നോക്കും. ഇപ്പോ ഇതെല്ലാം നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നതാണ്. ഒന്ന്, എന്താണ് ക്വാളിറ്റീസ്, ശാന്തരസത്തിന്റെ ഗുണങ്ങൾ എന്താണ്. പിന്നെ അതിന്റെ സിംറ്റംസ് എന്താണ്. ശാന്തരസമുള്ള ഒരാളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിന്റെ ഉദാഹരണങ്ങൾ. അപ്പൊ ഇതാണ് അടുത്ത തിര എന്ന് പറയുന്നത്. ആദ്യത്തെ തിര പറഞ്ഞു നമ്മൾ പ്രൈമറി രസ, പ്രാഥമിക രസങ്ങൾ. ഇനി അടുത്തതാണ് ഈ പ്രാഥമിക രസങ്ങൾ എന്തെല്ലാം ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രാഥമിക രസമാണ് ശാന്തരസം. ഇനി അടുത്ത വേവ്, മൂന്നാമത്തെ വേവ് ശാന്തരസം,
ദാസ്യരസം. അടുത്തത് എന്താണ്? ദാസ്യരസമാണ്. ദാസ്യരസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ദാസനായിട്ട് നിൽക്കുക. നിങ്ങൾ ശ്രീ വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം പോകുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നു അല്ലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ. അതേമാതിരി നമ്മൾ ശ്രീ വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പഞ്ചകച്ച കൊടുക്കാറുണ്ട് അല്ലെ. ഇസ്കോൺ ക്ഷേത്രങ്ങളിലെല്ലാം പഞ്ചകച്ച, അതായത് പഞ്ചകച്ച മാതിരിയാണ് നമ്മൾ ഉടുക്കാറുള്ളത്. സാധാരണ ധോത്തിയല്ല നമ്മൾ ധരിക്കാറുള്ളത്. സാധാരണ മുണ്ടുടുക്കാറില്ല നമ്മൾ. ആ മുണ്ടിനെ പഞ്ചകച്ചയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്, ധരിക്കാറുള്ളത്. അങ്ങനെ പഞ്ചകച്ച നമ്മൾ ധരിച്ച് ഉത്തരീയം നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇതിലിടും, തോളിൽ ഇങ്ങനെ ഇടും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ശ്രീ വൈഷ്ണവ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവരതിനെ അഗ്രി ചെയ്യില്ല, അവരതിനെ സമ്മതിക്കില്ല. അവർ നിങ്ങളോട് പറയും, നിങ്ങൾ ആ ഉത്തരീയം നിങ്ങളുടെ അരയിൽ ധരിക്കൂ എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിട്ടോളൂ എന്ന് പറയും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ രാജാവും നമ്മളെല്ലാവരും പ്രജകളുമാണ്. അതാണ് ദാസ്യരസത്തിന്റെ പ്രത്യേകത. അതായത് നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണ്. ഭഗവാന്റെ ദാസന്മാരാകുമ്പോൾ ഭഗവാന്റെ ദാസന്മാർ അടിയൻ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ശ്രീ വൈഷ്ണവ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ വൈഷ്ണവ ക്ഷേത്രമാണ്. അവരുടെ രീതികൾ നമ്മൾ അവിടെ പോകുമ്പോൾ പാലിക്കണം. അവിടെ നമ്മളിങ്ങനെ ധോത്തി, നമ്മൾ ഉത്തരീയം ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെയാണ് പോവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭഗവത് ദർശനം ഉണ്ടാവില്ല. അപ്പൊ ആ ക്ഷേത്രത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട്. ആ രീതികൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ അത് സെർവീറ്റർഷിപ്പ് അല്ലെങ്കിൽ ദാസ്യരസം എന്ന് പറയും. അവിടെ നമ്മൾ ഭഗവാൻ നമ്മുടെ മാസ്റ്ററാണ്, നമ്മൾ ഭഗവാന്റെ സേവകനാണ്. ഇനി അടുത്തത് സഖ്യരസം, ഫ്രണ്ട്ഷിപ്പ്. സഖ്യരസം പ്രത്യേകിച്ച് അർജുനനെയാണ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാറുള്ളത് സഖ്യരസത്തിന്. സഖ്യരസത്തിന് നമുക്ക് രാമായണത്തിൽ നിന്നും എക്സാമ്പിൾ എടുക്കാം. ഗുഹൻ ഭഗവാന്റെ ഫ്രണ്ടായിരുന്നു. അപ്പോ അത് സഖ്യരസമാണ്. അടുത്ത രസം, അടുത്ത തിര, അതായത് അഞ്ചാമത്തെ തിര വാത്സല്യരസമാണ്. ഈ വാത്സല്യരസം നമുക്ക് വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് യശോദമയ്യയുടെയും നന്ദമഹാരാജന്റെയും ഇതിലാണ്. അതായത് ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധത്തില് ഭഗവാന്റെ ആ കുട്ടിക്കാലത്തെ ലീലകളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എത്ര മാത്രം തപസ് ചെയ്തിട്ടാണ് ദേവകി മാതയ്ക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടിയത്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചില പാട്ടുകളൊക്കെ ഈ കർണാട്ടിക് മ്യൂസിക്കിലൊക്കെ ഉണ്ടല്ലോ, തായേ യശോദേ, അല്ലയോ യശോദമയ്യ, നീ എന്ത് തപസ്സാണ് ചെയ്തിരിക്കുന്നത്? ഈ ഭഗവാനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നീ എന്ത് തപസ്സാണ് ചെയ്തതെന്ന്. ഇനി അടുത്തത് മാധുര്യരസമാണ്. ഈ മാധുര്യരസത്തിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ വർണ്ണിക്കുന്നത്. കാരണം മാധുര്യരസം നുകരാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്.
അപ്പൊ ഇത്രയും ഡിവിഷൻസ് നമ്മൾ ഈ ദക്ഷിണ വിഭാഗത്തിൽ പഠിക്കണം. നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഞാനൊന്നുകൂടിയും ബ്രഷപ്പ് ചെയ്യാണ്. അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഡിവിഷനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭുജി, പ്രാഥമിക രസങ്ങളും ഈ രസക്കൂട്ട് എന്ന് പറഞ്ഞത് അത് തമ്മിലുള്ള ബന്ധം എന്താണ് പ്രഭു? അതായത് രസം നുകരണമെങ്കിൽ, അതായത് രസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിഫറെന്റ് ഭാവങ്ങള്. അതായത് ഈ രസത്തിന് ഇൻഗ്രീഡിയൻസ് വേണം. അതായത് രസം ഒരുപാടുണ്ട്, പക്ഷെ ഈ രസത്തിന് കൂട്ടുകൾ ചേർക്കണം. ഇപ്പൊ നമ്മള് കാളൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ അവിയൽ വെക്കുമ്പോൾ വേറെ വേറെ കൂട്ടാണ് ചേർക്കുക. അവിയലിൽ നമ്മൾ കുറച്ച് തൈര് ചേർക്കുന്നു, തേങ്ങ അരച്ച് ചേർക്കുന്നു. കാളനിലാവുമ്പോൾ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റി ചേർക്കുന്നു. വ്യത്യാസം, രണ്ടിന്റെയും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതേമാതിരിയാണ് ഈ രസങ്ങള്, ആ രസക്കൂട്ടുകൾ ചേർന്നെങ്കിൽ മാത്രമേ മാധുര്യരസത്തിൽ നമുക്ക് പാരന്റൽ ലവ് കാണിക്കാൻ സാധ്യമല്ല. അതായത് രാധാറാണിയുടെ സ്ഥലത്ത് യശോദമയിക്ക് പോയി നിൽക്കാൻ പറ്റില്ല. യശോദമയി ഭഗവാനെ കാണുന്നത് എൻ്റെ മകനായിട്ടാണ്, വാത്സല്യം ആ രീതിയാണ് കാണുന്നത്. അപ്പോൾ ഓരോ രസത്തിനും ഓരോരോ കൂട്ടുകളുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ പ്രഭു? ഉണ്ട് ഉണ്ട് പ്രഭു, ഉണ്ട്. ഉദാഹരണം പറഞ്ഞപ്പോഴത് മനസ്സിലായി. കൃഷ്ണ. അപ്പൊ ഈ കാര്യങ്ങൾ അത്രയും നമ്മൾ ഒന്നും കൂടി കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഇതാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സുകളിൽ മുടങ്ങാതെ വരാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓർഡേഴ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മൾ ചെറുതായിട്ട് കാറ്ററിങ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ വരുമ്പോൾ രാവിലെയൊക്കെ കൊടുക്കേണ്ടതുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ മാറേണ്ടി വരുന്നതാണ്. ക്ഷമ ചോദിക്കുന്നു. ട്രൈ ചെയ്യാം വരാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തമിഴ്നാട്ടിൽ എവിടെയാ പ്രഭു? ഞാൻ തമിഴ്നാട്ടിലെ ടി നഗറിലാണ് പ്രഭു. ടി നഗർ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ ഇത് ഭക്തിയുടെ അഡ്വാൻസ് കോഴ്സ് ആണ് ആക്ച്വലി. അപ്പൊ അത് നമ്മള് എന്നും കുട്ടികളെ പോലെ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമ്മൾ അഡ്വാൻസ് ചെയ്ത് വരണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ടഫായിട്ട് പലർക്കും തോന്നി, മനസ്സിലാവാത്ത പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് അറിയാനിക്ക്. പക്ഷേ ഇത് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് പല പ്രാവശ്യം കേൾക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഒരുപാട് അഡ്വാൻസ് 5-5.5 വർഷം കൊണ്ട് വരുന്ന ഒരുപാട് ഡിവോട്ടീസ് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അവരും ഇപ്പോഴും അങ്ങനെ എല്ലാവരും കൊച്ചു കുട്ടികളെ പോലെ തന്നെ അങ്ങ് ഇരിക്കുവാണ്. അപ്പൊ അത് മാറി നിങ്ങളെല്ലാം അഡ്വാൻസ് ആചാര്യ ലെവലിലേക്ക് വരേണ്ട സമയം ആയിരിക്കുവാണ്. അതുകൊണ്ടാണ് പ്രഭുജി വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞ് അത് മനസ്സിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കാ നമ്മൾ ആ ലെവലിലേക്ക് എത്തും. പ്രഭുജിയാണ് നമുക്ക് മിസ്സാവുന്നത്. സോ പ്രഭുജി മിസ്സാവാത്ത രീതിയിൽ തിരിച്ചു കിട്ടണം. അതുകൊണ്ട് പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിക്കും വേണ്ടി ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ വൃഷഭ ഹരേ രാമ ഹരേ രാമ പരിധാനാംബാവനഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദ്. പ്രണാം. ഹരേ കൃഷ്ണ പ്രഭുജി.